അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇപ്പോൾ ഒരു പുതിയ വിഷയവുമായാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. ഈ കഴിഞ്ഞ ഇന്നലെ കോഴിക്കോട് മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ, അതായത് ഇന്ന് 13/2/21 ശനിയാഴ്ച റജബ് 1 റജബ് 27 മാർച്ച് 11 വ്യാഴാഴ്ചയും ആയിരിക്കുമെന്ന് കാദിമാരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കോഴിക്കോട് കാദിമാരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുൽ ലൈലി, സയ്യിദ് നാസിർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ അറിയിച്ചു എന്നാണ് പത്രത്തിൽ നമ്മൾ വായിച്ചത്. വളരെ പുതുമയാർന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ ഇന്ത്യയിൽ പൊതുവെ 28 അതായത് ജമാദുൽ ഉഖ്റ 28 തീയതിയാണ് ഇന്നലെ ഇന്ത്യയിൽ പൊതുവെ. അത് കേരളത്തിൽ 29 തീയതിയാണ് സമസ്തക്കാർക്ക്. നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് തീയതി 30. അപ്പോൾ ഒരു ദിവസം തന്നെ 3 തീയതി, 28, 29, 30. എന്തൊരു രസമാണല്ലേ, നല്ല തമാശയാണല്ലോ ഇത്. ഒരു മാസത്തിലെ ഒരു തീയതി ഒരു മുസ്ലിം സമുദായത്തിന് കണക്കാക്കുന്നിടത്തുള്ള ഒരു അപഹാസ്യത ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇപ്പോൾ 29-കാരും 30-കാരും കൂടി ശനിയാഴ്ച 1 തീയതിയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ശനിയാഴ്ച 1 തീയതി ആകുക? നമ്മളുടെ ഇതര മത സമുദായക്കാരോട് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പണ്ഡിത വിഭാഗവും അതുപോലെ പിന്നെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര ലോകത്തോട് ചോദിച്ചാലും ഈ മാസത്തെ ചന്ദ്രമാസത്തിലെ ലാസ്റ്റ് ദിവസം ഏതായിരുന്നു എന്നും അതിൻ്റെ 1 തീയതി ഏതാണെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി മറുപടി പറഞ്ഞു തരും. വ്യാഴാഴ്ചയായിരുന്നു അമാവാസി. അപ്പോൾ അമാവാസി നടക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ അന്നാണല്ലോ ടെക്നിക്കൽ വേർഡായ ന്യൂമോൺ എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഖുർആന്റെ ഭാഷയിൽ ലശംസ്യം ബഗീലഹ അം തുദ്രിക്കൽ ഖമറ, സൂര്യനെ ചന്ദ്രൻ മറികടക്കുന്ന അവസ്ഥ. അതുപോലെ വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ, ഷംസ് പ്രകടമായി വെളിച്ചത്തോട് വരികയും പിന്നാലെ ചന്ദ്രൻ ആവുകയും ചെയ്യുന്ന അവസ്ഥ. അതാണല്ലോ യഥാർത്ഥത്തിൽ ന്യൂമോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറികടക്കുകയാണ്. സൂര്യന് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഒരു കൊല്ലത്തിൽ 12 തവണ വട്ടം കറങ്ങുമ്പോൾ 12 തവണയാണ് സൂര്യനെ മറികടക്കുക. 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യൻ്റെ സൂര്യനിൽ നിന്ന് ഭൂമിയുടെയും സൂര്യൻ്റെ ഇടയിലുള്ള ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്റർ ദൂരെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ 12 തവണയാണ് ഒരു വർഷം കറങ്ങുക. അങ്ങനെ 12 തവണ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചന്ദ്രൻ മറികടക്കുന്നുണ്ട്. അതാണ് ലശംസ്യം ബഗീലഹ തുദ്രിക്കൽ ഖമറയുടെ യഥാർത്ഥ വീക്ഷണം. അത് സംഭവിച്ചത് എപ്പോഴാണ്? അത് വ്യാഴാഴ്ചയാണ് സംഭവിച്ചത്. വ്യാഴാഴ്ച 19/6 യൂണിവേഴ്സൽ ടൈം, അതായത് ഭൂലോകത്തിന്റെ സമയം, ഭൂഗോള സമയം പ്രകാരം 19/6 അത് സംഭവിച്ചിരിക്കുന്നത്. അതോടുകൂടി എന്തായി? അതുവരെ കറുത്തിരുണ്ടിട്ട് ഭൂമിക്ക് അഭിമുഖമായിരുന്ന ചന്ദ്രനിൽ സ്വല്പം സൂര്യപ്രകാശം വീഴുന്നു. അപ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ വീണിട്ടാണ് ചന്ദ്രൻ പ്രശോഭിക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രൻ വെളിച്ചം നമുക്ക് നൽകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വല്ലദീ ജഅല അശ്-ശംസ ദിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന് ഖുർആൻ വ്യക്തമായി സൂറത്ത് യൂനുസ് 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിച്ചിട്ട് ചന്ദ്രന് അല്ലാഹു തആല ചില മഞ്ചലുകളും വെച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാലഗണന നടത്താൻ പറ്റുമെന്നാണ്. ആ ചന്ദ്രനുണ്ടാകുന്ന വൃതിക്ഷയങ്ങൾ, അതിൻ്റെ പ്രകാശവർദ്ധനവ്, അതുപോലെ പ്രകാശത്തിൻ്റെ കുറവ്, വാക്സിങ് ആൻഡ് വൈനിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ വാക്സിങ്ങും വൈനിങ്ങും സംഭവിക്കും ചന്ദ്രൻ. അതാണ് വൃതിക്ഷയങ്ങൾ എന്ന് പറയുന്നത്. ചന്ദ്രകലകൾ എന്ന് നമുക്ക് പറയാം. ഓരോ ദിവസവും ഓരോ കലയാണ്. അങ്ങനെ 29, 30 ദിവസമുള്ള മാസങ്ങളിൽ 29 ദിവസമുള്ള മാസമാണ് 28 കല ഭൂമിയിൽ കാണാൻ കഴിയും. അത് പല സമയത്തായിരിക്കാം കാണുന്നത്. അത് ഫിക്സഡ് സമയമൊന്നുമില്ല കാണുന്നതിന്. ഉദാഹരണത്തിന് 29 ദിവസമുള്ള മാസമായിരുന്നു കഴിഞ്ഞ ജമാദുൽ ആഖിർ. ആ 29 ദിവസമുള്ളതിൽ 28 കലകൾ ഭൂമിയെ നമ്മളെല്ലാവരും കണ്ടു. 28-ാം തീയതി ബുധനാഴ്ച
പ്രഭാതത്തിൽ സുബഹിക്ക് ശേഷം സൂര്യോദയത്തിന് മുമ്പ് ഉദിച്ചു. അതാണ് ഉർജുൽ ഖദീം ഖുർആൻ പറഞ്ഞു. അതും ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു, വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. അത് മൻസില് വെച്ചിരിക്കുന്നു ചന്ദ്രൻ എന്നാണ്. എന്നിട്ട് അത് അവസാനത്തെ മൻസിലായ ഉർജുൽ ഖദീമിൽ അത് എത്തിച്ചേരുന്നത് വരെയെന്ന്. ഉർജുൽ ഖദീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷൈപ്പിനെ പറ്റിയുള്ള വിവരണമാണ് തഫ്സീറുകൾ അധികവും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ഉർജുൽ ഖദീം എന്താണ്? അത് ഭൂമിയിലെ മനുഷ്യർക്ക് അവസാനമായി കാണാൻ പറ്റാവുന്ന ചന്ദ്രക്കലക്കാണ് ഉർജുൽ ഖദീം പറയുന്നത്. അതുണ്ടായത് വ്യാഴാഴ്ച രാവിലെയാണ്. അതുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യോദയത്തോടുകൂടി പിന്നെ ചന്ദ്രക്കല കാണാതായി. പിന്നെ അന്ന് അസ്തമയത്തിൽ ചന്ദ്രക്കല കാണില്ല 28-ന്. പിറ്റേ ദിവസം 29-ആണ് എന്ന് വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച 19/6 നമുക്ക് ഭൂമിയിൽ ഏതാണ്ട് ഒരു അമേരിക്കയുടെ 255 ഡിഗ്രിയിലാണ് ഇത് വരിക. അമേരിക്കൻ ബോർഡറിൽ എത്താറാകുന്ന സമയത്ത് അത് ചന്ദ്രൻ സൂര്യനെ മറികടന്നു. അതോടുകൂടി എന്തായി? മാസം മാറുകയാണ്. മാസം മാറാനുള്ള അടയാളമാണത്. ആ ചന്ദ്രനിൽ വെളിച്ചം വീണു. അതോടുകൂടി പിന്നെ അന്ന് ആ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് അത് ഒരു മാസത്തിൽ അവസാന ദിവസമാണ്. ആ അവസാന ദിവസത്തിനാണ് അമാവാസി ദിനം എന്ന് പറഞ്ഞ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നതും സയന്റിഫിക്കലായിട്ട് 0 ഡേ എന്ന് പറയുന്നത്. അന്ന് 0 ഡേ എന്ന് പറയാൻ കാരണം അന്ന് ചന്ദ്രന് കലയില്ലാത്ത ദിവസമാണ്. 24 മണിക്കൂറും കറുത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖം, അതിന്റെ വെളുത്ത ഭാഗം സൂര്യന് അഭിമുഖമാണ്. അതുകൊണ്ട് ഭൂമിയിൽ ചന്ദ്രക്കല കാണില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകും. അതാണ് 29-ാം തീയതി ആയ കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായും വെള്ളിയാഴ്ച 1-ാം തീയതിയാണ്. പക്ഷെ നമ്മുടെ കാദിമാര് തലക്കുത്തനെയാണ് ഇതൊക്കെ പറയുന്നത്. ഇവരൊന്നുകിൽ ഇത് ശാസ്ത്രം പഠിച്ചിട്ട് അവർ ഇക്കാര്യത്തെ, കാരണം ആകാശത്തുള്ള ചന്ദ്രനാണ്. ഇത് നിങ്ങളുടെ സമസ്തക്കാരുടെയോ അല്ലെങ്കിൽ നദുവത്തുൽ മുജാഹിദിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സംഘടനകളുടെയോ ഒന്നും കുത്തക അവകാശമല്ല ഇത്. ഇത് മനുഷ്യർക്ക് അല്ലാഹു തആല ഭൂമിയിൽ കാലഗണനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. കാരണം ആ ചന്ദ്രക്കലയുടെ വൃതിക്ഷയങ്ങളെയാണ് അറബികൾ കണ്ടത്. എന്നിട്ടാണ് നബിയോട് ചോദിക്കുന്നത്, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് എന്ന് പറഞ്ഞ അതിനാ. അപ്പം കാലഗണനക്ക് ആ ചന്ദ്രക്കലകളാണ് നോക്കേണ്ടത് എന്നല്ലാതെ പടിഞ്ഞാറൻ ചക്രവാളത്തില് സൂര്യാസ്തമന ശേഷം ഈ വെള്ളിയാഴ്ച ദിവസം 10:34 ചന്ദ്രനുണ്ടായി. അതെന്തുകൊണ്ടുണ്ടായത്? അന്ന് രാവിലെ അത് ഉദിച്ചിരിക്കണ്, സൂര്യനോടൊപ്പം അത് ഉദിച്ചിരിക്കണ്. സൂര്യനെ മറികടന്നിട്ട് സൂര്യന്റെ തൊട്ടി പിന്നാലെ ചന്ദ്രൻ ഉദിച്ചു. എന്നിട്ട് നമ്മുടെ തലക്ക് മുകളിലൂടെ 12 മണിക്കൂർ സമയം സൂര്യനും ചന്ദ്രനും മറികടന്ന് സഞ്ചരിച്ചു. എന്നിട്ട് സൂര്യൻ ആദ്യം അസ്തമിച്ചു. അസ്തമിച്ചപ്പോൾ കുറച്ച് സമയം ബാക്കി വന്നു ചന്ദ്രൻ അസ്തമിക്കാൻ. അപ്പോഴേക്ക് ഏതാണ്ട് ഒരു 4 ഡിഗ്രി 3.5-4 ഡിഗ്രി അകന്നിരിക്കണ് ചന്ദ്രനിൽ, സൂര്യനിൽ നിന്ന് ചന്ദ്രൻ. ഉദയത്തിൽ അത് ഏതാണ്ട് അടുത്തടുത്തായിരുന്നു, 1 ഡിഗ്രി അകലത്തിലായിരുന്നു. അത് ഏതാണ്ട് ഒരു 4-4.5 ഡിഗ്രിയിലെത്തി. അകന്നപ്പോൾ 34 മണിക്കൂർ സൂര്യാസ്തമന ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രനുണ്ട്. ഈ അസ്തമിക്കുന്ന ചന്ദ്രനെ കാണാനാണ് നമ്മുടെ മഹാന്മാരായ ഈ കാദിമാരും മതസംഘടനക്കാരും സല്ലല്ലാഹു പോലെയുള്ള ശാസ്ത്രീയ കലണ്ടറാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവർ പോലും അവർ പറയുന്നുണ്ട് സൂര്യാസ്തമന ശേഷം 34 മിനിറ്റ് ഉണ്ടാകുമെന്ന്. അത് കാണുകയില്ല എന്നുള്ളത് ഖണ്ഡിതമായ ശാസ്ത്രീയ ജ്ഞാനമാണ്. സൂര്യാസ്തമന ശേഷം സൂര്യന്റെ അടുത്തുള്ള ചന്ദ്രനെ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 48 മിനിറ്റിലധികം വേണം. 48 മിനിറ്റിൽ കുറഞ്ഞ ചന്ദ്രനെ കാണുക അസാധ്യമാണ്. അത് കണ്ടു എന്ന് പറയുന്നത് തന്നെ വിശ്വസനീയമല്ല. അതുകൊണ്ടല്ല വടക്കേ ഇന്ത്യക്കാർ ശരിക്കും കണ്ണോട്ട് കണ്ടതിന് ശേഷമാണ് മാസം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഞായറാഴ്ചയാണ് 1-ാം തീയതി, നാളെയാണ് അവർക്ക് 1-ാം തീയതി, ഇന്ന് അവർക്ക് പിന്നെ 30-ാം തീയതിയാണ്. അവർക്ക് എല്ലാ മാസവും 30-ാം തീയതി അയക്കല. 29-ന് പ്രശ്നത്തിന് അവർക്ക് ഉപയോഗിക്കില്ല. കാരണം അവർ കണ്ടിട്ട് തീരുമാനിക്കണം. എന്നാൽ പിന്നെ അതുപോലെ സത്യസന്ധത നമ്മളെ കാദിമാർ പുലർത്തട്ടെ. അവർ സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒന്നായിട്ട് ഒറ്റ ഡേറ്റ് വരും. കണ്ടിട്ട് മതി. ഇത് ശരിയായ കാഴ്ചയല്ല. കാണാൻ വേണ്ടി എന്തെല്ലോ ചില സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ പിന്നെ എന്താ പറയാ പുറത്തു വന്ന പിന്നെ രാജകീയ രഹസ്യമാണ്. അണിയറ രഹസ്യം, കൊട്ടാര രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണത്. അത് അങ്ങാടിപ്പാട്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. കാദിമാര് ഡാൻസ് കളിക്കുകയാണെന്നും സംഘടനയുടെ സംഘയുത്വം കൊണ്ട് അവരൊപ്പം കൂടുകയാണെന്നും ഒക്കെ ജനങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആളുകൾ ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. 10-25 വർഷമായി ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം, അത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അവർ പ്രത്യേകമായ മതസംഘടനയായിട്ടൊന്നല്ല. അവർ ഈ ഒരു സംവിധാനം മുസ്ലിം സമുദായം ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ച വിഷയമാണ്. 2 ഡസനോളം ഖുർആനിക വചനങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് ചന്ദ്രമാസത്തിന്റെ നിർണയം നടത്താൻ കഴിയുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും നല്ല അടയാളമാണ് ചന്ദ്രന് കലയില്ലാത്ത ദിവസം.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മാസം നിർണയിച്ചിട്ടുണ്ടല്ലോ. പല മാസങ്ങളിലും പ്രവാചകൻ ഇനി ഇത്ര ദിവസം ബാക്കിയുള്ളപ്പോൾ എന്ന് നബി പറയാറുണ്ട്. ബഖീന മിൻ ഷഹ്രി, ഈ മാസത്തിൽ ഇത് ഇത്ര ദിവസം ബാക്കിയുള്ളപ്പോൾ എന്ന് നേരത്തെ നബി എങ്ങനെ പറയാൻ കഴിയുക? നബി എഴുത്തിക്കാഫിരുന്നു പള്ളിയിൽ. എല്ലാ റമദാനിലും നബി 10 ദിവസം എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട്, 9 ദിവസം ഒരിക്കലും ഇരുന്നിട്ടില്ല. അപ്പൊ 10 ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ 29 ദിവസമുള്ള മാസമാണെങ്കിലും നബി 19 അന്ന് രാത്രി സുബൈന്റെ സമയത്ത് എഴുത്തിക്കാഫിൽ ഇരിക്കാറുണ്ട്. 20 തന്നെ ഇരിക്കും, കാരണം എങ്കിലേ 10 ദിവസം പൂർത്തിയാവുള്ളൂ. 29 അന്ന് സുബൈ കഴിഞ്ഞാൽ നബി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യാറുള്ളത്. 10 ദിവസത്തിൽ കുറഞ്ഞ ഒരു എഴുത്തിക്കാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടില്ല. അപ്പൊ നബിക്ക് നേരത്തെ അറിയണമായിരുന്നുവല്ലോ തീയതി. അപ്പൊ നേരത്തെ അറിയാൻ കഴിയും. നേരത്തെ അറിയാൻ കഴിയാൻ ചന്ദ്രന് ചില ചെക്കിംഗ് പോയിന്റുകളുണ്ട്. 7-ാം തീയതി പൂർത്തിയാകുമ്പോൾ 90 ഡിഗ്രിയിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാകുക. ചന്ദ്രനും പകുതിയായിരിക്കും ഉണ്ടാകുക, നേർപകുതി ചന്ദ്രൻ സൂര്യാസ്തമനം പടിഞ്ഞാറ് നടക്കുമ്പോൾ 90 ഡിഗ്രിയിലായിരിക്കും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ 14-ാം തീയതി ആയാൽ 150 ഡിഗ്രിയിലാണ്. കിഴക്കൻ ചക്രവാളത്തില് ചന്ദ്രൻ ചന്ദ്രൻ ഉദിക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. കൃത്യമായ അടയാളമാണത്. അതുപോലെ തന്നെ അർദ്ധരാത്രിയില് നമ്മള് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നത് കാണാം. അർദ്ധരാത്രിയിൽ അർദ്ധചന്ദ്രൻ കിഴക്കുദിക്കും. 22-ന്റെ അടയാളമാണത്. പിന്നെ ഉർജുൽ കദീം കാണാം. ഉർജുൽ കദീം സൂര്യോദയത്തിന് തൊട്ട മുൻപ് ചെറിയൊരു ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടും. കുറച്ചു നേരമേ അത് കാണാൻ കഴിയുള്ളൂ അന്നത്തെ ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അസ്തമയത്തിൽ കാണില്ല. ഈ 29-ാം തീയതി എന്ന് പറയുന്ന ഒരു മാസത്തിന് 29 ദിവസമുള്ളപ്പോൾ സമസ്തക്കാർക്ക് 29 ദിവസമുള്ള മാസമാണ് കഴിഞ്ഞത്. അതുപോലെ മുജാഹിദുകൾക്ക് 30 ദിവസമുള്ള മാസമാണ് കഴിഞ്ഞത്. ഒരേ മാസത്തെക്കുറിച്ചാണ് ഈ പറയണത്, 4 സ്വഭാവത്തിൽ. എന്നാൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ കണക്ക് പ്രകാരം 1-ാം തീയതിയാണ് വെള്ളിയാഴ്ച. ആ 1-ാം തീയതിയെ കുറിച്ചാണ് ഇവർ 30-ാം തീയതി എന്നും 29-ാം തീയതി എന്നും 28-ാം തീയതി സങ്കല്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു ദിവസത്തിന് 4 തീയതി ഉണ്ടാകുക? അല്ലെങ്കിൽ 4 തീയതികൾ കൂടിയിട്ട് ഒരു ദിവസം ഉണ്ടാവുന്നത് എങ്ങനെ? ഇത് വളരെ വളരെ വിചിത്രമായൊരു വാദമാണ്. ഈ വാദത്തിൽ നിന്ന് ദയവ് ചെയ്ത് ഈ മഹാന്മാരായ കാദിമാരും പണ്ഡിതന്മാരും അതുപോലെ മഹാന്മാരായ മൗലാനമാരും മൗലവിമാരും അവരുടെ സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകളും ഒന്ന് മാറി ചിന്തിക്കണം. ബഹുമാന്യനായ പത്മശ്രീ കിട്ടിയിരിക്കുന്ന അലിമണിക്ക് ഫാൻ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലമായി ഈ വിഷയത്തിലും അദ്ദേഹം ഗവേഷണം ചെയ്തിരുന്നു. 25 കൊല്ലം 30 കൊല്ലം ഇങ്ങോട്ട് അദ്ദേഹം ഈ വിഷയം മാത്രം കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പത്മശ്രീ കിട്ടിയപ്പോൾ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ പുതപ്പിക്കാനായി നടക്കുന്നത്, മുസമ്മിലാക്കാണ് അദ്ദേഹത്തെ. പുതപ്പിങ്ങനെ കൊണ്ടടക്കാണ് അദ്ദേഹത്തെ പുതപ്പിക്കാൻ. അങ്ങനെ പുതച്ചിട്ട് സുഖിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് വിചാരിക്കാം. എല്ലാവരും പോയി അദ്ദേഹത്തെ സന്ദർശിക്കും. നല്ല കാര്യമാണ്, നല്ലൊരു കാര്യത്തിന് സന്ദർശിക്കാൻ നമുക്ക് വിരോധമില്ല. പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടർ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ നിയമം വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും അനുസൃതമായി പ്രവാചക ചരിത്രം എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെയുള്ളതിലേക്കാണ് ഈ ചന്ദ്ര കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കലണ്ടർ പ്രകാരം സ്വീകരിക്കുമ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയില്ല. കൃത്യമായ തീയതികൾ നേരത്തെ തന്നെ മനസ്സിലാക്കുവാനും അത് ജനങ്ങളെ പഠിപ്പിക്കുവാനും സാധിക്കും. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മാസമാവൂലേ? പറച്ചിൽ കേട്ടാൽ വിചാരിക്കും ഈ കാദിമാരുടെയും ഈ തങ്ങന്മാരുടെയും ഒക്കെ പടാപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനമാണ് ചന്ദ്രക്കല. അതാണോ? ഇത് പ്രപഞ്ചത്തിന്റെ വ്യക്തമായ തെളിവാണ് സഹോദരന്മാരെ. അത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ചന്ദ്രൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണത്. അല്ലാഹു സുബ്ഹാനഹു തആല ചന്ദ്രനെ വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ അത്ഭുതകരമായ ഒരു മെക്കാനിസം ആ ചന്ദ്രനുണ്ട്. 5 ഡിഗ്രി ചരിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു അതിനെ. എന്നിട്ട് അത് കൃത്യമായ ഒരു ഓർബിറ്റിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ വെളിച്ചം വീഴുകയും വെളിച്ചം കൂടിക്കൂടി വരികയും പൂർണ്ണമാവുകയും പിന്നെ കുറഞ്ഞു വരികയും തീരെ ഇല്ലാണ്ടാവുകയും ചെയ്ത് ഒരു ദിവസം അപ്രത്യക്ഷമാകും. ഇതാണ് ചന്ദ്രന്റെ സ്വഭാവം. അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്ര മിനിറ്റ് സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കിപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് നോക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മാസം കാണുന്നതിനെ കുറിച്ച് വല്ല ഹദീസുകളോ വല്ല പ്രമാണങ്ങളോ ഖുർആനോ വചനങ്ങളോ പറയാൻ പറ്റുമോ? ഉദയം എന്ന് പറയുന്നത് എവിടെയാണ്? മശ്രിഖിലാണ്, അല്ലെ മത്ലഇലാണ് നടക്കുന്നത്. അതിന്റെ ഇഖ്തിലാഫാണ് പരിഗണിക്കപ്പെടാണെങ്കിൽ പരിഗണിക്കേണ്ടത്. സൂര്യനാണോ ആദ്യം ഉദിക്കുന്നത്, ചന്ദ്രനാണോ ആദ്യം ഉദിക്കുന്നത് എന്ന ആ ഇഖ്തിലാഫുൽ മത്താലി നോക്കാനാണ് പൂർവ്വ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പണ്ഡിതന്മാർ നേരെ മറിച്ച മനസ്സിലാക്കിയിരിക്കുന്നത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന
സൂര്യനെയും എന്നിട്ട് അസ്തമിക്കുന്ന ചന്ദ്രനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കാണുമോ? ഒരിക്കലും കണ്ടിട്ടല്ല ഇത് തീരുമാനിക്കുന്നത്. അത് കണ്ടു എന്ന് പറയുന്നതിന് വേണ്ടി എന്തെല്ലാമോ ഗൂഢാലോചനയുടെ ഭാഗമായി ചില സംവിധാനങ്ങൾ ഈ ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിപ്പോൾ കള്ളി പൊളിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ നാടകം നിർത്താൻ കാലമായിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ മഹാന്മാരായ കാലിമാരൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. ജനങ്ങൾക്ക് തീയതി അവരെന്നെ കണ്ടുപിടിച്ചോളും. അത് കൃത്യമായിട്ട് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് സൂര്യനെയും ചന്ദ്രൻ അള്ളാഹു സുബ്ഹാനഹു തആല ഖലഖസ് സമാവാതി വൽ അർള് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. വളരെ വ്യക്തമായ സൂറത്ത് തൗബ 36-ാമത്തെ വചനം എടുത്ത് നോക്കി നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ പടച്ച നാളിൽ തന്നെ ഈ ഭൂമിക്ക് 12 മാസം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നും അതിൽ അറബികളായ നിങ്ങൾ തുടർന്നു വരുന്ന 4 മാസം പവിത്രമായ യുദ്ധനിഷിദ്ധമായ പവിത്രമാസമായി എണ്ണുന്ന ആ ചന്ദ്രമാസമാണ് അത് എന്നും ഖുർആൻ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിൽ അക്രമം നിങ്ങളായിട്ട് നിങ്ങളായിട്ട് അതിൽ അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ മഹാന്മാരായ ആളുകൾ അതിൽ അക്രമം കാണിക്കുന്നു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് അവർ പിൻവലിയണം. എന്നിട്ട് അവർ കൃത്യമായ ശാസ്ത്രീയ യാഥാർത്ഥ്യത്തിന്റെയും ബുദ്ധിപരമായ തെളിവിന്റെയും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വ്യക്തമാക്കി തരുന്നത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ പണ്ഡിതന്മാർ എന്തുകൊണ്ട് മണിക്കിഫാന്റെ പഴയ ശാസ്ത്രങ്ങളെ കുറിച്ച് അവർ വലിയ വായന സംസാരിക്കുന്നുണ്ട്. ഇതെന്തേ അത് ആരും മിണ്ടാത്തത്? അദ്ദേഹത്തിന് ഇപ്പോൾ പത്മശ്രീ കിട്ടിയത് ഏതാണ്ട് 10-25 കൊല്ലം മുമ്പ് നടത്തിയ സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ്. അതേ സ്ഥാനത്ത് അദ്ദേഹം അതിനുശേഷം കൊണ്ടുപിടിച്ച് നടക്കുന്നത് ഈ കലണ്ടർ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ ഈ നാടകം ഇന്നത്തെ തലമുറക്ക് ശരിക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കി പഠിച്ച് വളർന്നു വരുന്ന ഈ തലമുറയുടെ മുമ്പിൽ നിങ്ങൾക്കിനി രക്ഷയുണ്ടാകില്ല. അതുകൊണ്ട് പൂർണ്ണമായും വഷളാകുന്നതിന് മുമ്പ് നിങ്ങൾ ക്രമേണയെങ്കിലും ഈ വിഷയം പഠിച്ചിട്ട്, നിങ്ങൾ സമസ്തക്കാരായാലും മുജാഹിദ് സംവിധാനക്കാരായാലും വേണ്ടില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും വേണ്ടില്ല, തബ്ലീഗ് ജമാഅത്തുകാരായാലും വേണ്ടില്ല, അതൊന്നും ഇല്ലാത്ത മുസ്ലിം സമൂഹത്തിലെ ആളുകളായാലും ശരി, ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഇസ്ലാമികപരമായ രീതിയിൽ ആ കലണ്ടർ സംവിധാനത്തെ തീരുമാനിക്കുക. നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയും. എപ്പോഴാണ് ഈ കൊല്ലം? നിങ്ങൾ നോക്കൂ, ഈ കൊല്ലത്തെ ഡിസംബർ 31-ാം തീയതി ലോഹർ നമസ്കാരം എപ്പോഴാണ് എന്ന് കൃത്യമായി കലണ്ടർ നോക്കി കിട്ടുമല്ലോ. എങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തി? നിങ്ങൾ അതനുസരിച്ചാണ് നമ്മൾ ബാങ്കും ഇഖാമത്തും പള്ളികളിലെല്ലാം ജുമായും എല്ലാം നടത്തുന്നത്. നോമ്പ് തുറക്കുന്ന സമയം നിങ്ങൾ കലണ്ടർ അടിച്ചിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നില്ലേ? റമദാൻ 1-ന് തന്നെ എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം, ഫജ്റിന്റെ സമയം, ലോഹറിന്റെ സമയം, അസറിന്റെ എല്ലാ 5 വക്ത് നമസ്കാര സമയം. എങ്ങനെ സാധ്യമാകുന്നത്? സയന്റിഫിക് തിയറി സ്വീകരിച്ചുകൊണ്ടാണ്. അത് ഖുർആൻ എതിരില്ല. ഖുർആൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിഴലാന്നിട്ട് ചെയ്യാനാ പറഞ്ഞ കാര്യങ്ങൾ. ഇത് നിഴലാക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. മറിച്ച് എന്ത് ചെയ്യാം? കണക്ക് നോക്കിയിട്ട് അറിയാം. കലണ്ടർ നോക്കാം, പഞ്ചാംഗം നോക്കാം, മൊബൈൽ നോക്കാം, അതുപോലെയുള്ള ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ കിബില നോക്കുന്നതിന് പല ആദ്യ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അതിൽ ഏറ്റവും നല്ല കുറ്റമറ്റ സംവിധാനം ആ കോമ്പസ് നോക്കലാണ്. അവിടേക്ക് നോക്കി യന്ത്രം നോക്കിയാൽ കിബില മനസ്സിലാവും. അതിൻ്റെ ഡിഗ്രി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ. അതേ സ്ഥാനത്ത് പഴയ കാലത്ത് കിബില നോക്കിയിരുന്ന നക്ഷത്രങ്ങളുടെ ഉദയാസ്തമനവും അതിൻ്റെ ദിശയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമന സമയവും മറ്റൊക്കെ നോക്കിയിട്ടാണ് കിബില തീരുമാനിച്ചിരുന്നത്. അതുപോലെ ഗവേഷണം നടത്തിയിട്ട് പടിഞ്ഞാട്ടാണോ കിഴക്കോട്ടാണോ തെക്കോട്ടാണോ ഒക്കെ നോക്കിയിട്ട് പലതരം നിരീക്ഷണങ്ങൾ പല കാലത്ത് നടത്തിയിരുന്നു. ഇന്ന് അതിനൊന്നും ആവശ്യമില്ലാതെ നമുക്ക് കിബില കണ്ടുപിടിക്കാൻ പറ്റും. സമയം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ സിമ്പിളായൊരു കാര്യമാണ് മാസം കണ്ടുപിടിക്കലും. അതുകൊണ്ട് ഈ മാസം കണ്ടുപിടിക്കാനുള്ള ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ബുദ്ധിയുടെയും മനുഷ്യന്റെ സാധാരണ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യം തീരുമാനിക്കുന്നിടത്തേക്ക് എത്തണം. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽക്കുള്ള ഈ സംവിധാനത്തെ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊണ്ടടക്കാൻ നമ്മൾ ശീലിക്കണം. റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഇത് ജനങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാനും നമുക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.